ഷാലോം പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ ഞങ്ങൾ സെന്റ് പോൾസ് പബ്ലിക് സ്കൂൾ കുരിയച്ചിറ അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അനുഗ്രഹങ്ങൾ വർഷിക്കും. 2005 മുതൽ 2016 വരെയുള്ള ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയിലെ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയും ഈശോയുടെ സ്നേഹവും കരുണയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും വിശുദ്ധ പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നത് പോലെ കൃപയ്ക്കുമേൽ കൃപ ഈ വിദ്യാലയത്തിൻ്റെയും ഈ വിദ്യാലയത്തിലെ ഓരോ വ്യക്തികളുടെയും മേൽ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മാർത്ഥതയോടെ പറയാൻ എനിക്ക് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാതൃവാത്സല്യം ഈ വിദ്യാലയത്തിന് ഒരു സവിശേഷതയാണ്. കാരണം ആഴ്ചയിൽ ഒന്നോ അതിലധികമോ പ്രാവശ്യം കുമ്പസാരത്തിന് അവസരമൊരുക്കിയാലും മാസത്തിലൊരിക്കൽ മാത്രമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ട ദിവസങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനങ്ങളായിരുന്നു. സകല കർമ്മല വിശുദ്ധരുടെ മാധ്യസ്ഥവും CMCയുടെ സഭാസ്ഥാപകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെയും വിശുദ്ധ എപ്രാസ്യമ്മയുടെയും സാന്നിധ്യാവബോധം ഈ വിദ്യാലയത്തിന് എപ്പോഴും കൃപയ്ക്കുമേൽ കൃപ ലഭിക്കാനുള്ള വഴികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CMC 1866 ഫെബ്രുവരി 13 രൂപം കൊള്ളുമ്പോൾ ചാവറയച്ചന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഈ CMCയുടെ മക്കൾ അനുഭവത്തിൽ വളർന്ന് ആഴപ്പെട്ട് ആ അനുഭവം ദൈവജനവുമായി പങ്കുവെച്ച് അവരെയും വിശുദ്ധിയിലേക്ക് അനുഭവത്തിലേക്ക് വളർത്തുക എന്ന ദീർഘമായൊരു സ്വപ്നം. കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് CMCയെ കൈപിടിച്ചുയർത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു. ഇന്നും അത് ശരിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവളാണ് ഞാൻ. അതുതന്നെയാണ് 2005 സെൻറ്റ് പോൾസ് പബ്ലിക് സ്കൂളിന് രൂപഭാവങ്ങൾ നൽകാൻ CMC അധികാരികൾക്ക് പ്രചോദനമായത്. സ്നേഹ ശുശ്രൂഷാർത്ഥം ഇതം ജ്ഞാനം എന്നതാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ആപ്തവാക്യം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ള ഹൃദയ വിശാലതയെ നേടിയെടുക്കുമ്പോഴാണ് നമ്മുടെയെല്ലാം ജ്ഞാന സമ്പാദനം അർത്ഥപൂർണമാകുന്നത്. അതെ, ഈ മഹത്തായ സന്ദേശം സമൂഹത്തിനൊന്നാകെ ഞങ്ങളുടെ സ്കൂൾ ആൻഡത്തിലൂടെ ഞങ്ങളിതാ പകർന്നു നൽകുന്നു. Our alma mater, hey,
വിദ്യാലയത്തിൻ്റെ ആദർശ സൂക്തം വളരെ മനോഹരമാണ്. സ്നേഹ ശുശ്രൂഷാർത്ഥം ഇതം ജ്ഞാനം. വെറുതെ അറിവ് നേടലല്ല, അതിനപ്പുറമായി ജ്ഞാനം നേടുന്നു. ഈ ജ്ഞാനം സ്നേഹ ശുശ്രൂഷയ്ക്കാണ് വിദ്യാർത്ഥികൾ പ്രായോഗികമാക്കേണ്ടത്. CMCയുടെ ആദർശ സൂക്തവുമായി ബന്ധിപ്പിക്കുമ്പോൾ സെൻറ്റ് പോൾസ് പബ്ലിക് സ്കൂളിൻ്റെ ആദർശ സൂക്തവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ സാരഥ്യം അധികാരികൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ. CMCയുടെ ആദർശ സൂക്തവുമായി ബന്ധിപ്പിച്ച് ഈ വിദ്യാലയത്തിൻ്റെ ആദർശ സൂക്തത്തെ ജീവിതത്തിൽ പകർത്തി വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും സ്നേഹ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. 2005 മുതൽ 2016 വരെയുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഈ ആദർശ സൂക്തം വളരെ മനോഹരമായി അധ്യാപകരും വിദ്യാർത്ഥികളും ജീവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 3 വർഷക്കാലഘട്ടങ്ങളിലെ കഴിഞ്ഞ 3 വർഷക്കാലത്തിൽ മലയാള മനോരമ ഏർപ്പെടുത്തിയ നല്ല പാഠം പദ്ധതിയിലെ ഈ സ്കൂൾ 3 വർഷവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ അവാർഡ് നേടി. എന്നാൽ കഴിഞ്ഞ വർഷം 400 വിദ്യാലയങ്ങൾ പങ്കെടുത്തതിൽ ഒന്നാമതാകാൻ സെൻറ്റ് പോൾസ് പബ്ലിക് സ്കൂളിന് സാധിച്ചു. ഇതൊരു അഭിമാനമുള്ള കാര്യമാണ്. പഠനത്തിൻ്റെ മികവോ കായിക രംഗങ്ങളിലുള്ള മികവോ അതിലപ്പുറമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിലെ മികവ് കാണിച്ചതുകൊണ്ടാണ് ഈ അവാർഡ് സെൻറ്റ് പോൾസ് പബ്ലിക് സ്കൂളിന് ലഭിച്ചത്. ചുരുക്കത്തിൽ സ്നേഹ ശുശ്രൂഷാർത്ഥം ഇതം ജ്ഞാനം എന്ന ആദർശ സൂക്തം വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാനേജ്മെൻറ്റ്, മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അസ്തമിക്കുന്നില്ല. ഈശ്വര ചൈതന്യത്തിന് വന്ദനം പറഞ്ഞുകൊണ്ട് അറിവിൻ്റെ സ്നേഹജ്വാലകൾ മണ്ണിലും വിണ്ണിലും നിറയുന്ന കരുണാമയന്, അറിവിൻ്റെ അകംപൊരുളിന് സ്തുതികളർപ്പിക്കാം. ജഗദീശ ചൈതന്യമേ നമോ നമഃ.
നന്മയായി യാഗമായി എന്നും വിളങ്ങിടും ചൈതന്യമേ വന്ദനം. കാലാകാലങ്ങളിൽ മാറി വരുന്ന അധികാരികളും മാനേജ്മെൻറ്റ്സും അവരുടെ സമയങ്ങളിലെ ഇടപെടലുകളും പ്രോത്സാഹനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ വിദ്യാലയത്തിൻ്റെ ഉത്തരവാദിത്വം കാര്യക്ഷമതയോടെ നിർവഹിക്കുവാൻ എന്നെ സഹായിക്കുന്നുണ്ട്. എല്ലാ അധികാരികളോടും, പ്രത്യേകിച്ച് ഇന്ന് CMCയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരിക്കുന്ന സിസ്റ്റർ അനുജയോടും ഇപ്പോഴത്തെ മാനേജറായ സിസ്റ്റർ ഫെലിസിറ്റിയോടും അക്കാര്യത്തിൽ എനിക്കൊരുപാട് നന്ദി ഉണ്ട്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ടെന്നുള്ളതാണ്. 65 ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് മെമ്പേഴ്സുള്ള ഈ വിദ്യാലയത്തിലെ എല്ലാവരും തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഒരു മാതൃവാത്സല്യത്തോടെ അവർ വിദ്യാർത്ഥികളുമായി ഇടപെടുന്നത് വളരെ ശ്ലാഘനീയമായി എനിക്ക് തോന്നാറുണ്ട്. ഈ സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മാതാപിതാക്കളാണ്. ഏതൊരാവശ്യത്തിനും എപ്പോൾ വിളിച്ചാലും ഓടി വരാൻ അവർ സന്മനസ് കാണിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റും അധ്യാപകരും മാതാപിതാക്കളുമാകുന്ന കല്ലിന്മേലാണ് വിദ്യാർത്ഥികൾ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഏറെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത് സെൻറ്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡിസിപ്ലിനിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ എനിക്ക് സാധിക്കും. വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കുട്ടികളെ നോക്കിക്കാണാറുമുണ്ട്. അവസരോചിതമായി വളരാൻ, ഉദാത്തമായി ചിന്തിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്ക് സാധിക്കാറുണ്ട്. മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ സ്കൂളിൻ്റെ 4 തൂണുകളാണ് അവരെന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ബലവും ശക്തിയുമാണ് മാതാപിതാക്കൾ ഈ സ്കൂളിന് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ 65 സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ 4 പേരും പരസ്പര ധാരണയോടെ, വിട്ടുവീഴ്ചയോടെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൃപയ്ക്കുമേൽ കൃപ ഈ വിദ്യാലയത്തിലേക്ക് ചുരിയാൻ ദൈവത്തിന് അവസരമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനായിരിക്കുന്ന സമൂഹത്തിലെ പ്രാർത്ഥിക്കുന്ന, ക്ഷേമാന്വേഷണം അന്വേഷിക്കുന്ന അമ്മമാരെ, അവരുടെ പ്രാർത്ഥനയും ക്ഷേമാന്വേഷണവും പ്രോത്സാഹനവും എന്നും ഈ വിദ്യാലയത്തിന് മുതൽക്കൂട്ടുകളാണ്. ടീച്ചേഴ്സിൻ്റെ അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികവും ആധ്യാത്മികവും ഭൗതികവും ബൗദ്ധികവും ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിൽ മാനേജ്മെൻറ്റ് ബദ്ധശ്രദ്ധയാണ്. ഇവിടുത്തെ ഫെസിലിറ്റീസ്, അതുപോലത്തെ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം എന്നും പ്രോത്സാഹനം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അതിൻ്റേതായ രീതിയിൽ ഏറ്റെടുക്കുവാൻ കുട്ടികളും സന്നദ്ധരാണ്. അവരെ പരിശീലിപ്പിക്കാൻ അധ്യാപകർ എപ്പോഴും മുന്നോട്ട് വരാറുണ്ട്. ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ നന്ദിയുടെയും സമർപ്പണത്തിൻ്റെയും പ്രതീകാത്മക ഭാവങ്ങളുമായി ഇതാ നമ്മുടെ കൊച്ചുകൂട്ടുകാർ വേദിയിൽ അണിനിരക്കുന്നു. I'm
persecuted, not abandoned, struck down but not destroyed. I am blessed beyond the curse, for His promise will endure. That His joy is gonna be my strength. Though the sorrow may last for the night, His joy comes in the morning. I'm trading my sorrow, I'm trading my shame. I'm laying them down for the joy of the Lord. I'm trading my sickness, I'm trading my pain. I'm laying them down for the joy of the Lord. We sing yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. We sing yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ചിങ്.